ബെസ്റ്റ് ഫിലിംസ് ഓഫ് 2024 നമ്മൾ ഓൾറെഡി 2024 മികച്ച ഇന്ത്യൻ ഫിലിംസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ നോൺ ഇന്ത്യൻ ഫിലിംസ് അല്ലെങ്കിൽ ഈ വർഷത്തെ മികച്ച ഫോറിൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിലിംസ് ആണ് നോക്കാൻ പോകുന്നത്. സോ 20 ബെസ്റ്റ് നോൺ ഇന്ത്യൻ മൂവീസ് പ്ലസ് സം സ്പെഷ്യൽ മെൻഷൻസ് ഓഫ് 2024 ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ ലെറ്റ് us start Maggie. Let us start Maggie. Y'all know me, still same OG, but I've been low key. നമ്പർ 20 ഡ്യൂൺ പാർട്ട് 2. 2024 ഒരു ഗംഭീര സിനിമയായിരുന്നു ഇത്. ഫ്രാങ്ക് ഹെർബർട്ടിന്റെ നോവൽ. ഇത് വെറും ഒരു മിശിഹ ചരിത്രമല്ല, ഒരുപാട് ഇന്നർ മീനിങ്ങുകളുള്ള ഒരു കഥയാണ്. ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരുപാട് രാഷ്ട്രീയവും ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അത് ഡെന്നിസ് വെലന്യൂ എന്ന സംവിധായകൻ തന്റേതായ ആശയങ്ങൾ കൂടി തിരക്കഥയിൽ കൂട്ടിച്ചേർത്ത് ഗംഭീരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു സ്ക്രിപ്റ്റ്. നമ്പർ 19 സ്ട്രേഞ്ച് ഡാർലിംഗ്. ഒരു സീരിയൽ കില്ലറിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടി. പ്ലോട്ട് ഒറ്റനോട്ടത്തിൽ ക്ലീശയാണെന്നൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ ഊഹങ്ങളെയൊക്കെ കാറ്റിപ്പറത്തുന്ന ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണിത്. ആ കാറിൽ നടക്കുന്ന ചില ഡയലോഗ്സ് കുറച്ച് എനിക്ക് ലാഗ് അടിച്ചു എങ്കിലും പിന്നെ അങ്ങോട്ട് പടം കിടുവാണ്. കിടു പെർഫോമൻസ്, വെറൈറ്റി മേക്കിംഗ് ആൻഡ് തീം. നെക്സ്റ്റ് യോലോ. ചൈനയിൽ നിന്നുള്ള ഒരു ഫീൽ ഗുഡ് സ്പോർട്സ് ഡ്രാമയാണിത്. അവിടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളൊക്കെ തകർത്ത ഒരു സിനിമയാണ്. അമിതഭാരമുള്ള മടിച്ചിയായിട്ടുള്ള ലയിങ് എന്ന സ്ത്രീ എല്ലാവരുടെയും അപമാനവും കുത്തുവാക്കുകളും ഒക്കെ കൊണ്ട് മടുത്ത് വീട് വിട്ടിറങ്ങുകയാണ്. ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ള അവരുടെ ദൃഢനിശ്ചയത്തിന്റെ ആ ഒരു ഫൈറ്റിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഇതിലെ നായിക ലിങ് ജിയ ഈ സിനിമയ്ക്ക് വേണ്ടി 50 കിലോ ഭാരം കുറച്ചിരുന്നു. പുള്ളിക്കാരി തന്നെയാണ് പടത്തിന്റെ സംവിധായികയും. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പടമാണ്, കണ്ടു നോക്കുക. നെക്സ്റ്റ് നീ ക്യാപ്പ്. ഈ പടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ശരിക്കും ഒരു ബയോഗ്രഫി ആണെന്ന് പറയാം. ബെൽഫാസ്റ്റിൽ നിന്നുള്ള 3 അംഗ റാപ്പ് സിംഗേഴ്സിന്റെ കഥയാണ്. അവരുടെ പാട്ടുകൾ ഐറിഷ് ഭാഷയുടെ തന്നെ സ്വാതന്ത്ര്യത്തിനുള്ള, ആ ഭാഷയുടെ എസ്റ്റാബ്ലിഷ്മെന്റിനുള്ള കാരണമാകുന്നതാണ് കഥ. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട റിയൽ വ്യക്തികൾ തന്നെയാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നുള്ളത് എന്നതും ഈ സിനിമയുടെ പ്രത്യേകതയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് കിടിലൻ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ പോകുന്ന ഒരു സിനിമയാണ്. പൊളിപ്പടമാണ്. ഇത് IFFKയിൽ കണ്ടതാണ്, പക്ഷേ ഡീറ്റെയിലി ഈ പടം അവൈലബിൾ ആണ്. നെക്സ്റ്റ് സിവിൽ വാർ. ഒരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിൽ അമേരിക്കയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമ പറയുന്നത്. ഈ വാർ കവർ ചെയ്യാൻ വേണ്ടി ന്യൂയോർക്കിൽ നിന്നും ഒരു സംഘം ജേർണലിസ്റ്റ് വാഷിംഗ്ടൺ DC പോകുന്നതാണ് പടത്തിന്റെ കഥ. ഗംഭീര സിനിമയാണ്. A24 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പടമാണ്. അടുത്തത് ഹെററ്റിക്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ എന്നല്ല, ഒരു റിലീജിയസ് ഹൊറർ ആണ് ഈ സിനിമ എന്ന് പറയാം. 2 സിസ്റ്റേഴ്സ് ക്രിസ്തു മതം പ്രചരിപ്പിക്കാനായിട്ട് ഒരു വീട്ടിലെത്തുന്നതും തുടർന്നുള്ള സംഭവങ്ങളും ഒക്കെയാണ് സിനിമ പറയുന്നത്. ബട്ട് കിടുവാണ്. നല്ല തിരക്കഥയും മേക്കിങ്ങും പടത്തിന്റെ സ്ട്രെങ്ത് ആണ്. ഒപ്പം നല്ല പെർഫോമൻസുകളും ഉണ്ട്. കുറച്ച് ഓവർ ഡയലോഗ്സ് ഉണ്ട് എന്നുള്ളത് ഒരു ചെറിയ പോരായ്മയായിട്ട് പറയാം. മൊത്തത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹൊറർ പടമാണിത്. അടുത്തത് ഈ വർഷത്തെ മറ്റൊരു വെറൈറ്റി ഹൊറർ ത്രില്ലർ ലേറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൾ. ഒരു TV ഷോ ആയിട്ട് ഫൗണ്ട് ഫൂട്ടേജ് ഹൊറർ സ്റ്റൈലിലാണ് പടം എടുത്തിട്ടുള്ളത്. ശരിക്കും അങ്ങനെയുള്ള ഒരു ഷോ കണ്ട ഒരു പ്രതീതി നമുക്ക് തരുന്നുണ്ട്. പടത്തിന്റെ നീളവും അത്രയൊക്കെ ഉള്ളൂ, 1.5 മണിക്കൂർ. പടം ഡീറ്റെയിലി അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. നെക്സ്റ്റ് ലുക്ക് ബാക്ക്. ഇതൊരു ജാപ്പനീസ് ആനിമേഷൻ പടമാണ്. ഈ ചിത്രരചനയിലൊക്കെ താല്പര്യമുള്ള 2 പെൺകുട്ടികൾ, അതും ഓപ്പോസിറ്റ് സ്വഭാവമുള്ള 2 പെൺകുട്ടികൾ, അവരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. 1 മണിക്കൂർ താഴെ കണ്ട് ഇതിന് ലെങ്ത് ഉള്ളൂ, പക്ഷെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഇമോഷണലി കണക്ട് ആവുന്ന ഒരു സ്റ്റോറിയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആമസോൺ പ്രൈമിൽ പടമുണ്ട്. നമ്പർ 12 ദ വിറ്റ്നസ്. ഇതൊരു പേർഷ്യൻ ഭാഷയിലുള്ള ക്രൈം ത്രില്ലർ ആണ്. ബട്ട് ഓസ്ട്രിയൻ ജർമ്മൻ പ്രൊഡക്ഷൻ ആണ് സിനിമയുടേത്. ഒരു റിട്ടയർഡ് ഡാൻസ് ടീച്ചർ, അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സ്ത്രീ മരിക്കുന്നു, കൊല്ലപ്പെടുന്നു. അതിന്റെ രഹസ്യം അവർ അന്വേഷിക്കുന്നതാണ് കഥ. പക്ഷെ ഇറാനിലെ സ്ത്രീകളുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് റിയൽ ആയിട്ട് തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ്. അവിടെ ഈ പടം റിലീസ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഞാനിത് IFFKയിൽ കണ്ടതാണ്. പടം ഉടൻ തന്നെ മുബിയിൽ വരും എന്നാണ് അറിഞ്ഞത്. നെക്സ്റ്റ് ദീദി. ഇതൊരു ഇംഗ്ലീഷ് പടമാണ്, പക്ഷെ ഒരു തായ്വനീസ് ഫാമിലിയാണ് ഇതിലെ പ്രധാന ക്യാരക്ടേഴ്സ്. ഒരു 13 വയസ്സുള്ള ഒരു ചെക്കൻ, അവന്റെ ഒരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറിയാണ്. ഭയങ്കര നൊസ്റ്റാൾജിക് ആണ്. 2008 കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പൊ അന്നത്തെ ഇന്റർനെറ്റ് വേൾഡ് എന്താണെന്നുള്ളതിന്റെയൊക്കെ ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് ഈ സിനിമ. ഇവരെ സൈറ്റ്സ് ഒക്കെ, അതായത് അന്നത്തെ കാലത്തെ സൈറ്റ്സിന്റെ ആ ഒരു ഇന്റർഫേസ് ഒക്കെ എങ്ങനെ ഇവര് റീക്രിയേറ്റ് ചെയ്തത്, എങ്ങനെ ഒപ്പിച്ചെടുത്തു എന്നുള്ളതാണ് ഒരു അത്ഭുതം. ആ ടൈമിലെ മെസ്സഞ്ചർ, ഫേസ്ബുക്ക്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സിനിമയാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കഴിയുമ്പോൾ ഒരു ചെറിയ ചിരി അല്ലെങ്കിൽ സന്തോഷമൊക്കെ മനസ്സിൽ തോന്നുന്ന ഒരു കൊച്ചു സിനിമയാണിത്. നെക്സ്റ്റ് മെമ്മോ ഓഫ് എ സ്നെയിൽ. ഇത് ഒരു അഡൽട്ട് ആനിമേറ്റഡ് മൂവിയാണ്. ഗ്രേസ് എന്ന് പറയുന്ന ഈ സ്നെയിൽസിനെയൊക്കെ കളക്ട് ചെയ്യുന്ന, ജീവിതത്തിൽ എപ്പോഴും എന്താ പറയാ അൺലക്കി എന്നൊക്കെ എല്ലാവരും പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. വളരെ സിമ്പിൾ ആണ്, ബട്ട് പവർഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇപ്പോൾ ആൾക്കാരുടെ ഏകാന്തത, ഓവർ റിലീജിയസ് ആയിട്ടുള്ളവരുടെ ഹിപ്പോക്രസി, ലൈഫിനെ സിമ്പിൾ ആയിട്ട് എങ്ങനെ നേരിടണം അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ എങ്ങനെ നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു കിഡിലൻ ഫീൽ ഗുഡ് പടം എന്ന് തന്നെ പറയാം. സോ ആനിമേഷൻ പടമാണെന്ന് കരുതി ഒഴിവാക്കരുത്. നൈസ് ഫിലിമാണ്. മിക്കവാറും ഓസ്കാറിൽ പോകാനുള്ള സാധ്യതയുള്ള ഒരു സിനിമയാണ്. നമ്പർ 9 കാഡോ ലേക്ക്.
ഈ വർഷം വന്ന ഒരു ചെറിയ കിളി പറത്തുന്ന ഐറ്റമാണിത്. ഒരു ഇരുണ്ട തടാകത്തിന്റെ കഥയാണ്. ആ ലേക്കിന് പരിസരത്തായിട്ട് ജീവിക്കുന്ന 2 വ്യക്തികളുടെ കഥ. ആദ്യം മുതലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. നിങ്ങൾ പടം കാണുമ്പോൾ എല്ലാം കൂടി അവസാനം ലിങ്ക്ഡ് ആകുന്നുണ്ട്. ഡാർക്ക് സീരീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സിനിമ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു പടമാണ് ഇത്. ജിയോ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ്, ദ ഗേൾ വിത്ത് ദ നീഡിൽ. ഡെൻമാർക്കിൽ നിന്നുള്ള ഒരു ക്രൈം ത്രില്ലറാണിത്. 1-ാം ലോക മഹായുദ്ധ കാലത്ത് പട്ടിണിയും തൊഴിലില്ലായ്മയുമായിട്ട് ജീവിക്കാൻ പാടുപെടുന്ന ഒരു യുവതിയുടെ കഥയാണ്. തുടക്കമൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് കാണാൻ കുറച്ച് പാടായിരിക്കും, പക്ഷെ അവസാനം എത്തുമ്പോൾ നിങ്ങളെ ഞെട്ടിച്ച് കളയും. അമ്മാതിരി സീൻസ് ഒക്കെ പടത്തിലുണ്ട്. ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ IFFKയിൽ ഒരു പുള്ളി ബോധം കെട്ട് വീണായിരുന്നു. സോ ചിലർക്ക് ട്രിഗേർഡ് ആവാനുള്ള സാധ്യതയുള്ള ഒരു സിനിമയാണ്. സോ വിവിധ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ നല്ല അഭിപ്രായം നേടിയതാണ്. ഞാൻ IFFKയിലാണ് കണ്ടത്. ഉടൻ തന്നെ ഡീറ്റെയിൽ അവൈലബിൾ ആകുമെന്നാണ് കരുതുന്നത്. നെക്സ്റ്റ്, അനോറ. ഒരു നൈറ്റ് ക്ലബിലെ ഇറോട്ടിക് ഡാൻസറായ അനോറ ഒരു കോടീശ്വരനായിട്ടുള്ള പയ്യനെ കണ്ടുമുട്ടുന്നതും അവരുടെ പ്രണയവും ഒക്കെ പറയുന്ന പടമാണ്. ആദ്യത്തെ ഒരു 10-40 മിനിറ്റ് ഒരു സോഫ്റ്റ് പോൺ സിനിമയാണ് കാണുന്നതെന്ന് തോന്നും. അത്രയ്ക്കും ന്യൂഡിറ്റി, സെക്ഷുവൽ സീൻസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് തമാശയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ഒരു യാത്രയാണ്. ഹെവി ആയിട്ട് പറഞ്ഞുകൊണ്ടൊരു സ്റ്റോറിയാണ്, പക്ഷെ ഭയങ്കര സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതും ഡിജിറ്റലി അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ദ വൈൽഡ് റോബോട്ട്. ഒരു കിഡു ആനിമേഷൻ ഫിലിം എന്നതിനപ്പുറം ഒരു ഗംഭീര ഫീൽ ഗുഡ് സിനിമ കൂടിയാണിത്. ഇത്രയ്ക്ക് ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ഒരു സിനിമ ഈ വർഷം കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിലെ ക്യാരക്ടേഴ്സിനോട് നമ്മൾ അത്രത്തോളം അറ്റാച്ച്ഡ് ആയി മാറുന്നുണ്ട്. തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കിടിലം പടം. നെക്സ്റ്റ്, നൗ ഓർ നെവർ. ഹംഗറിയിൽ നിന്ന് വന്ന ഒരു ഗംഭീര പടം. 1848 ഹംഗറിയിൽ ഓസ്ട്രിയൻ വിദേശ ഭരണത്തിനെതിരെ ഒരു ജനകീയ വിപ്ലവം നടന്നതിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. സംഭവബഹുലമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകുന്ന, ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന ഒരു മാസ് ഹിസ്റ്റോറിക്കൽ ഡ്രാമ എന്ന് പറയാം. ഈ വർഷത്തെ മികച്ച സിനിമകളിലൊന്നാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട പടം. ഇതും ഞാൻ IFFKയിൽ കണ്ടാണ്. ഒരു ക്രൗഡ് പുള്ളർ ആയിരുന്നു ഈ സിനിമ IFFKയിൽ എന്ന് പറയാം. ഇത് ഉടൻ തന്നെ ഡീറ്റെയിലി അവൈലബിൾ ആകുന്നതാണ്. അപ്പോൾ കണ്ടു നോക്കുക. നെക്സ്റ്റ്, ഗോസ്റ്റ് ലൈറ്റ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഫീൽ ഗുഡ് സിനിമകളിലൊന്നെന്ന് പറയാം. ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ഒരു ലോക്കൽ നാടക കമ്പനി തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നാടകത്തിൽ അഭിനയിക്കേണ്ടി വരുന്നതാണ് കഥ. അതും റോമിയോ ജൂലിയറ്റിന്റെ കഥ. ഈ പടത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിലെ മെയിൻ റോളിൽ വന്ന നായകൻ, പുള്ളിയുടെ ഭാര്യ, മകൾ, ഈ റോളുകളിൽ അഭിനയിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഭാര്യയും ഭർത്താവും മകളുമാണ് എന്നുള്ളതാണ്. പുതുമകളാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള ഗംഭീര പെർഫോമൻസ് ആണ് 3 പേരുടെയും. വളരെ ടച്ചിങ് ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അവസാനത്തെ ഒരു ഡ്രാമയൊക്കെ കണ്ടിരിക്കേണ്ടതാണ്. ഡീറ്റെയിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. ഇനി നമ്പർ 3, കോൺക്ലേവ്. ഹാർട്ട് അറ്റാക്ക് വന്ന നിലവിലെ മാർപ്പാപ്പയുടെ മരണം സംഭവിച്ചതിന് ശേഷം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നടത്തുന്ന കോൺക്ലേവിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. കേൾക്കുമ്പോൾ ഇതൊരു മതപരമായിട്ടുള്ള സിനിമ എന്ന് കണ്ട് ചിലരെങ്കിലും ഇത് കാണണോ എന്നൊരു സംശയം തോന്നാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. എത്ര വലിയ മാർപ്പാപ്പയാണെങ്കിൽ പോലും അസൂയ, കുശുമ്പ്, മത്സരബുദ്ധി, മറ്റൊരാളെ അടിച്ചു താഴ്ത്താനുള്ള ശ്രമം, സ്ത്രീകളെ നിശബ്ദരാക്കൽ, മറ്റു മതങ്ങളോടുള്ള അസഹിഷ്ണുത, ഇങ്ങനത്തെ മാനുഷിക വികാരങ്ങളൊക്കെയുള്ള ഒരു വെറും പച്ചയായ മനുഷ്യൻ മാത്രമാണെന്ന് സിനിമ പറയുന്നുണ്ട്. കിടുപടമാണ്. നമ്പർ 2, ദ സബ്സ്റ്റൻസ്. ഈ വർഷം ഏറ്റവും ചർച്ചയായ സിനിമകളിലൊന്ന്. ഗംഭീര മേക്കിംഗ് ആൻഡ് പെർഫോമൻസ് ആൻഡ് സെക്സിയസ്റ്റ് ഫിലിം. ഒപ്പം കിടു ക്യാമറ, എഡിറ്റിംഗ്, BGM. അതേസമയം ഏറ്റവും ഡിസ്റ്റർബിംഗ് ആണ്, ഡിസ്ഗസ്റ്റിംഗുമായിട്ടുള്ള ഒരു സിനിമയാണ്. സ്ട്രിക്ട്ലി 18+ ആണ്. മനക്കെട്ടുള്ളവർ മാത്രം കാണുക. ക്ലൈമാക്സ് കണ്ടാൽ ചിലരെങ്കിലും ചിലപ്പോൾ അറപ്പ് തോന്നി ഛർദ്ദിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഈ ബോഡി ഹൊറർ എന്ന ജോണറിനോട് 100% നീതി പുലർത്തിയ ഒരു സിനിമയാണ്. അതേസമയം ലോല ഹൃദയർ ഈ പടം കാണാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്പർ 1 സിനിമ പറയുന്നതിന് മുമ്പ് കുറച്ച് ഓണറബിൾ മെൻഷൻസ് കൂടി പറയാനുണ്ട്. ആൻ അൺഫിനിഷ്ഡ് ഫിലിം. ഇതൊരു ചൈനീസ് അല്ലെങ്കിൽ മാൻഡറിൻ ഡോക്യു ഫിക്ഷൻ ഫിലിമാണ്. തുടക്കമൊക്കെ ഭയങ്കര ഉറക്ക ഗുളികയാണ്, പക്ഷെ കുറെ കഴിയുമ്പോഴത്തേനും പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നതാണ്. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര രസമാണ്. ഞാൻ ഇതും IFFKയിൽ കണ്ടാണ്. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ എന്ന് ഞാൻ പറയില്ല, ബട്ട് ഒരു നൈസ് പടമാണ്. നെക്സ്റ്റ്, ലോങ് ലെഗ്സ്. ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ആണ്. പ്ലസ് ഇതിന്റെ കൂടെ കുറച്ച് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് കൂടി മിക്സ് ചെയ്ത പടമാണ്. നെക്സ്റ്റ്, കൊറിയയിൽ നിന്ന് ഈ വർഷം ഇറങ്ങി തരംഗമായി മാറിയ എക്സ്യൂമ. സ്ലോ ബേണിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് ഹൊറർ ത്രില്ലർ ആണിത്. അടുത്തത് ഹോളിവുഡ് ഹൊറർ ത്രില്ലർ ഓഡിറ്റി. നെക്സ്റ്റ്, ക്യൂർ. LGBTQ ലവ് സ്റ്റോറിയാണ്, പക്ഷെ കിളി പറത്തുന്ന ഒരു സിനിമയാണെന്ന് പറയാം. കണ്ടിട്ട് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എക്സ്പ്ലനേഷൻ തേടി പോകേണ്ടി വരും. അടുത്തത് കട്ട സ്ലോ ആണെങ്കിലും എൻഡിങ് കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കിളി പറത്തുന്ന ഐറ്റം, ഹൂ ഡു ഐ ബിലോങ് ടു. ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലർ, റിബൽ റിഡ്ജ്. മറ്റൊരു കൊറിയൻ ആക്ഷൻ പടം, എസ്കേപ്പ്. നെക്സ്റ്റ്, ഒരു വെറൈറ്റി തോട്ടുമായിട്ട് വന്നത് റൂം നെക്സ്റ്റ് ഡോർ. ഇനി നമ്പർ 1 ഫിലിം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു ആനിമേഷൻ ഫിലിമിന് ഞാൻ നമ്പർ 1 സ്ഥാനം കൊടുക്കുമെന്ന്.
അത്രയ്ക്ക് കിടിലം പടമായതുകൊണ്ടാണ് സിനിമ ഫ്ലോ. ഇതൊരു പൂച്ചയുടെ കഥയാണ്. അതൊരു വലിയ വെള്ളപ്പൊക്കത്തിൽ പെടുകയാണ്. പിന്നെ കുറെ മൃഗങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്ന് അവരെങ്ങനെ അതിൽ നിന്നും അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീര മേക്കിംഗ് ആണ്. ഒറ്റ ഡയലോഗ് പോലും ഇല്ല. പൂച്ചയുടെ കരച്ചില്, പട്ടിയുടെ കരച്ചില്, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഇത്രയും നന്നായിട്ട് ഇമോഷൻസ് കൺവേ ചെയ്യാനായിട്ട് ഡയലോഗ്സിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ മനുഷ്യരുടെയും ആവശ്യമില്ല, മൃഗങ്ങൾ മാത്രം മതി എന്ന് തെളിയിക്കുന്ന ഒരു കിടിലം പടമാണ്. ഭയങ്കര രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇതിന്റെ ക്രിയേറ്റേഴ്സിന് ഒരു വലിയ സല്യൂട്ട് തന്നെ കൊടുക്കണം. അമ്മാതിരി സാധനമാണ് ഒരുക്കി വെച്ചേക്കുന്നത്. 1 മണിക്കൂർ 25 മിനിറ്റ് എങ്ങാണ്ട് റൺ ടൈം ഉള്ളൂ. പക്ഷേ ടൈം പോകുന്നത് അറിയില്ല. ഡീറ്റെയിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. നെക്സ്റ്റ് ഓസ്കാറിൽ ഉറപ്പായിട്ടും കുറെ അവാർഡുകൾ തൂത്തുവാരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് 2024 ഇറങ്ങിയ നോൺ ഇന്ത്യൻ പടങ്ങളിൽ എന്റെ ഫേവറേറ്റ്സ് ആയത്. ഈ 20 പടങ്ങളും ഒന്നിനൊന്ന് മികച്ചതാണ് കേട്ടോ. അത്രയ്ക്കും ക്ലാസിക് എന്ന് പറയാം. എന്താ പറയാ, ദിസ് ഈസ് സിനിമ എന്ന് പറയില്ലേ, അതാണ്. നിങ്ങൾ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പടങ്ങളൊന്നും മിസ് ചെയ്യരുത്. ഇത് ഡീറ്റെയിലി അവൈലബിൾ ആകാത്ത പടങ്ങളുണ്ട്. അത് ആകുമ്പോൾ തീർച്ചയായിട്ടും കാണുക. ഓൾസോ ഓർക്കുക, ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിട്ടുള്ള പടമൊന്നുമല്ല എല്ലാം. പക്ഷെ എൻ്റെ ഈ വർഷത്തെ ഏറ്റവും പ്രിയപ്പെട്ട പടങ്ങളുടെ ലിസ്റ്റാണിത്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകളുടെ ലിസ്റ്റ് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ശരി, എന്നാൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.